ഹലോ, എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ക്ലിപ്പാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഷെൽസിൻ്റെ ഇതെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് ഇപ്പോൾ ഫെൽറ്റ് ഷീറ്റിലാണ് ചെയ്യുന്നത്. ഫെൽറ്റ് ഷീറ്റിലോ OSP ട്രാൻസ്പാരൻറ്റ് ഷീറ്റിലോ നമുക്ക് വാക്സ് സ്ട്രിപ്പിലോ ചെയ്തെടുക്കാം. അപ്പോൾ ഫെൽറ്റ് ഷീറ്റ് എടുക്കുക, നമുക്ക് ഏത് ഷേപ്പാണ് ഇഷ്ടമുള്ളത് ആ ഷേപ്പ് കൊടുക്കുക. ഞാനിവിടെ ഒരു ഹാഫ് സർക്കിളിൻ്റെ ഷേപ്പാണ് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വരച്ചിട്ട് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഇവിടെ വരച്ചില്ല, അല്ലാതെ തന്നെ ഗ്ലൂ വെച്ചിട്ട് ആ ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യണം. ഞാൻ നല്ല രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഷെൽസ് ഓരോന്നോരോന്നായിട്ട് അത് നമ്മളവിടെ ആ ഒരു ഷേപ്പിനനുസരിച്ച് വെച്ച് കൊടുക്കുക. വളരെ സിമ്പിളാണ്. ഇത് പല കളറിൽ പല ഡിസൈനിൽ ഒത്തിരി വെറൈറ്റി അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നതിൻ്റെ കുറച്ച് ബാലൻസ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത് കേട്ടോ. കാരണം ഇടയ്ക്ക് കസ്റ്റമൈസേഷൻ ഉണ്ടായിരുന്നതാണ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം വന്ന ബാലൻസ് വന്നത് മാത്രം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാനൊന്ന് ഒരു ചെറിയൊരു ഹെയർ ക്ലിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ചെയ്തു വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു. അവിടെ ഔട്ട്ലൈൻ ഒന്ന് കാണാനായിട്ട് ഒരു ഭയങ്കര രസമായിരുന്നു. പിന്നെ ഒത്തിരി ഗ്യാപ്പ് വിടാതെ കുറച്ച് അടുക്കി ചെയ്യുക. അപ്പോൾ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു, ഇനി സെക്കൻഡ് ലെയർ. അപ്പോൾ അകത്തേക്ക് സെക്കൻഡ് ലെയർ എന്ത് ചെയ്യുക, നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. നമ്മളെ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അതായാലും മതി, പെട്ടെന്ന് സ്റ്റിക്കായി കിട്ടും. എൻ്റെ ഗ്ലൂ ഗൺ അത്ര പോരാ, കാരണം അത് ഇളകി വരുന്നുണ്ട്. ആ ഗ്ലൂ സ്റ്റിക്ക് അത്ര പോരാ. അതുകൊണ്ടാണ് ഞാൻ B7000 ഗ്ലൂ വെച്ചിട്ട് ചെയ്യുന്നത്. B7000 ഗ്ലൂ നന്നായി പേസ്റ്റ് ആയിരിക്കും, പക്ഷെ ഒന്ന് ഡ്രൈ എടുക്കാൻ കുറച്ച് സമയം എടുക്കും. അടുത്ത് വീണ്ടും അകത്തേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തു, എന്നിട്ട് വീണ്ടും അവിടെ ഒരു ലെയർ ആയിട്ട് കൊടുക്കുകയാണ്. കണ്ടോ, നമ്മളത് വെക്കുമ്പോൾ ഒന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുക്കണം. കാരണം ആ ഒരു ഗ്യാപ്പ് വരാത്ത രീതിയിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക. അപ്പോൾ 2 ലെയർ ചെയ്തു, നല്ല ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സെൻറ്ററിലേക്ക് ഞാനൊരു ക്ലിപ്പ് വലിയൊരു ക്ലിപ്പ് സ്റ്റോൺ അവിടെ കൊടുക്കുകയാണ്. ഇത് കൊടുത്തപ്പോൾ എനിക്ക് സെൻറ്ററിൽ ഒരു ഹാങ്ങിങ് കൂടെ കൊടുക്കാൻ തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റോൺ ചെയിൻ ജസ്റ്റ് അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു സർക്കിൾ അവിടെ ഒരു ലെയർ കൊടുത്തു, കുറച്ച് ലെങ്തിൽ കൊടുത്തു. അപ്പോൾ അതിലെ ഒരു ഹാങ്ങിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇത് നിങ്ങൾക്ക് ബോൾ ചെയിൻ ആണെങ്കിൽ അത് കൊടുത്താലും മതിയാവും. കുറച്ചുകൂടെ ഭംഗിയാണ് കേട്ടോ ബോൾ ചെയിൻ കൊടുത്തിട്ട് വരുമ്പോൾ. എന്നിട്ട് നമ്മുടെ എത്ര ആവശ്യത്തിനാണ് ലെങ്ത് വേണ്ടത് അത് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുക. വേണ്ടോ, ഇനി അതിന് ശേഷം ഞാനിതിലൊരു ബീഡ്സ് കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് 2 സൈഡിലും നമ്മുടെ പോളൻ പോലെ ചെയ്ത ബീഡ്സ് ഞാനവിടെ കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ചെയ്ത് വെച്ചതുണ്ടായിരുന്നു. ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരു എന്താ പറയുക, മറ്റുള്ള വയർ എടുക്കുക, വയറിലേക്ക് ബീഡ്സ് ഇട്ട് ട്വിസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇതുപോലെ 3 ഉള്ളത് ഓരോ സൈഡിലേക്ക് ഓരോന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗി എടുത്ത് നിൽക്കും. അതുകൊണ്ടാണ്. അതിനുശേഷം ഒരു 2 ബീഡ്സ് എടുത്ത്, തീരെ ചെറുതല്ല, ഇച്ചിരി ഒരു വലിപ്പമുള്ള ഒരു ബീഡ്സ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ എഡ്ജിൽ നമ്മൾ കോർക്കുന്ന ആ ഒരു ഹോളുണ്ടല്ലോ, അവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ സ്റ്റോൺ ചെയിൻ്റെ എഡ്ജ് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഒരു 2 സെക്കൻഡ് നമ്മളൊന്ന് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മളൊന്ന് അവിടെ വെച്ചാൽ മതി, അതങ്ങ് ഫിക്സ് ആയിരുന്നോളും. കണ്ടോ, ഇനി അടുത്തത് വീണ്ടും അടുത്തൊരു ബീഡ് എടുക്കുക. അതിലേക്ക് ഇതുപോലെ ആ ഒരു കോർക്കുന്ന ഒരു ഹോളുണ്ടല്ലോ, അവിടെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം അവിടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഒന്ന് വെച്ചിട്ട് 2 സെക്കൻഡ് നമ്മൾ കൈ ഒന്ന് പിടിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ അതവിടെ ഒന്ന് സ്റ്റിക്കായിരിക്കും. ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ ഒരു മിനിറ്റ് കഴിയുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ അത് ഡ്രൈ ആയിരിക്കും നന്നായിട്ട്. കണ്ടല്ലോ, ഇപ്പം തന്നെ അത് കാണാനൊരു പ്രത്യേക ഭംഗിയായില്ലേ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആ ഷേപ്പിനനുസരിച്ചാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും എളുപ്പമായിരിക്കും കേട്ടോ. അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറുകയോ പുറത്ത് ബാക്ക് സൈഡിൽ വൃത്തിയേട് വരികയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ആദ്യം കുറച്ച് മേലോട്ട് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി ഒന്ന് ലൈറ്റർ കൊണ്ട് ഉരുക്കി കൊടുത്താലും മതിയാവും. ഞാൻ ലൈറ്റർ കൊണ്ടൊന്നും ഉരുക്കിയില്ല, കാരണം അവർ കറക്റ്റ് ആ ഒരു ഇതിൻ്റെ ഇതിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയായിരുന്നു. കണ്ടല്ലോ, വേറെ വൃത്തിയിലൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്, ഞാൻ അലിഗേറ്റർ ക്ലിപ്പാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അലിഗേറ്റർ ക്ലിപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻറ്റർ ക്ലിപ്പ് കൊടുക്കാം. നിങ്ങളുടെ സെൻറ്റർ ക്ലിപ്പ് കൊടുക്കാം, ഏത് വേണോ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തെ ചോയ്സിന് വരെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് കണ്ടോ, ആവശ്യത്തിനുള്ള ലെങ്തിന് ഒരു പീസ് കട്ട് ചെയ്തെടുത്തു, ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ സെൻറ്ററിൽ 2 കട്ട് കൊടുക്കുക. ഫുള്ളായിട്ടും കട്ട് ചെയ്ത് കളയിൽ ചെറിയൊരു കട്ട് കൊടുക്കുക. എന്നിട്ട് അലിഗേറ്റർ ക്ലിപ്പ് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്തെടുക്കുക.
ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പേസ്റ്റ് ആയിരിക്കും, ഇളകി പോകത്തില്ല. പിന്നെ ആ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ അത് പുറത്തേക്ക് അധികം കാണത്തില്ല. നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് കവർ ചെയ്യാതെ ചെയ്യാനുള്ള ഒരു ഏറ്റവും നല്ല നീറ്റായിട്ടുള്ള വഴിയാണ്. കണ്ടോ, ആ ഒരു ഫിനിഷിംഗ് ഒക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. അതിന് വേണ്ടി നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റായിട്ടുള്ളൊരു ഓപ്ഷനാണിത്. അതിന് ശേഷമാണ് ഞാൻ ഗ്ലൂ ഗൺ എടുക്കുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക, മാക്സിമം നല്ല ഗ്ലൂ ഗൺ ആണെങ്കിൽ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഗ്ലൂ സ്റ്റിക്ക് മോശമാണെങ്കിൽ അത് ഇളകി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനുശേഷം ഇത് പേസ്റ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഈ ഫെൽറ്റ് ഷീറ്റ് തമ്മിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അത് പ്രോപ്പറായിട്ട് ഇരുന്നില്ലെങ്കിൽ ആ വൈറ്റ് കൂടുതൽ പുറത്തേക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ കറക്റ്റ് ശ്രദ്ധിച്ച് പേസ്റ്റ് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഹെയറിലൊക്കെ വയ്ക്കുമ്പോൾ പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.